ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 കേരള PSC ചോദിച്ച പ്രിലിമിനറി ചോദ്യമാണ്. 100 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യം: മലയാള ഭാഷ സംസ്കാരം ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം എന്താണ്? മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? മീശ എസ് ഹരീഷാണ്. വയലാർ പുരസ്കാരം ലഭിച്ചിരുന്നു. എസ് ഹരീഷിന്റെ മീശ 2022 വയലാർ പുരസ്കാരം. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. 24 അശോകൻ ചെരുവിൽ. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന എന്താണ്? എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം 1951 ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കുന്നത്. ജവഹർലാൽ നെഹ്റുവാണ് ഈ സമയത്ത് പ്രധാനമന്ത്രി. COVID-19 സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആരോഗ്യ സേതു. മൊബൈൽ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാല ആസ്ഥാനം തൃശൂരിലാണ്. കേരള സർവകലാശാല ആസ്ഥാനം തൃശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്ന കായിക ഇനം എന്താണ്? അങ്കിത റെയ്ന ടെന്നീസ് താരമാണ്. അങ്കിത റെയ്ന ടെന്നീസ് താരമാണ്. കുടുംബശ്രീ പ്രധാന ലക്ഷ്യങ്ങൾ: ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. കുടുംബശ്രീ 2025 അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും നവംബർ 1 എന്ന് പ്രഖ്യാപിച്ചു. 25 വർഷം കുടുംബശ്രീ കംപ്ലീറ്റ് ചെയ്തു. ചുവടുകൾ എന്നാണ് അതിൻ്റെ ഒരു പ്രോഗ്രാമിന്റെ പേര്. ഇനി നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ലയാണ് പത്തനംതിട്ട. സിൽവർ ലൈൻ ഉൾപ്പെടാത്ത ജില്ല പത്തനംതിട്ട. ISRO ഇപ്പോഴത്തെ ചെയർമാൻ മലയാളിയാണ്. 5ാമത്തെ മലയാളി എസ് സോമനാഥ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിലെ മണ്ണാണ് കരിമണ്ണ്, റിഗർ മണ്ണ്. ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. വലിയ പീഠഭൂമി, ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപ പീഠഭൂമി. ഏറ്റവും വിസ്തൃതിയേറിയതും ഉപദ്വീപ പീഠഭൂമിയാണ്. ധാതുകലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. മധ്യമേടുകളുടെ ഭൂരിഭാഗവും മാൾവയാണ്. മധ്യപ്രദേശിലാണ് മാൾവ. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജം പാരമ്പര്യവും ഉണ്ട്, പാരമ്പര്യേതരവുമുണ്ട്. പാരമ്പര്യമാണ് കൽക്കരി, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയവ. പ്രകൃതിവാതകമൊക്കെ പാരമ്പര്യേതരം. സൗരോർജം തിരമാലയിൽ നിന്നുള്ള ഊർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ജലത്തിൽ നിന്നുള്ള ഊർജം തുടങ്ങിയവയാണ് സൗരോർജം. ജൈവവാതകം ബയോമാസ്, ബയോഗ്യാസ്, കാറ്റ്. ഇതെല്ലാം ശരിയാണ്. 1, 2, 3. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെ? ഇന്ത്യക്ക് 9 അയൽ രാജ്യങ്ങൾ, 7 കര അതിർത്തി, 2 കടലതിർത്തി. ശ്രീലങ്ക, മാലദ്വീപ് മാത്രമാണ് കടൽ. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ ഇതെല്ലാം കര അതിർത്തി പങ്കുവയ്ക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നേപ്പാളിലുള്ള 8848.86 മീറ്റർ ഉയരമുള്ള മൗണ്ട് എവറസ്റ്റ് ആണ്. ഇന്ത്യയിൽ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2. ഗോർവിൻ ഓസ്റ്റിൻ എന്നാണ് മറ്റൊരു പേര്. ഇത് കാരക്കോറം മലനിലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഹിമാലയത്തിലാണ്. ഹിമാലയത്തിൽ തന്നെ ഹിമാദ്രിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഇന്ത്യയുടെ നട്ടെല്ല്, സാമ്പത്തിക മേഖലയുടെ കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്ന സാംസ്കാരിക ഈറ്റില്ലമായ ഉത്തര മഹാസമതലം. ഇന്ത്യയില് ഏറ്റവും പഴക്കം ചെന്ന വലിപ്പമുള്ള സ്റ്റീൽ പ്ലാന്റ്. ഇത് ഗവൺമെന്റിന്റെ ആണോ അല്ലയോ എന്ന് പറയുന്നില്ല. അപ്പോൾ തന്നെ പഴക്കം ചെന്നത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ആണ്. ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നത് 23 ഡിഗ്രി നോർത്താണ്.
അതിനെ ഉത്തരായന രേഖ എന്ന് വിളിക്കുന്നു. ഉത്തരായന രേഖ. ഇതിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാത ഏതാണ്? NH44 ആണ് ഇന്ത്യയിലെ ദൈർഘ്യമേറിയ ദേശീയ പാത. മുംബൈ മാംഗ്ലൂർ ബന്ധിപ്പിക്കുന്ന പശ്ചിമ തീരത്തു കൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല കൊങ്കൺ ശൃംഖല. മുംബൈ മാംഗ്ലൂർ ബന്ധിപ്പിക്കുന്നു, പശ്ചിമ തീരത്തു കൂടി കടന്നു പോകുന്നു, കൊങ്കൺ. അയിത്ത നിരോധനം ആർട്ടിക്കിൾ 17 ഗാന്ധിജി കി ജയ് എന്ന മുദ്രാവാക്യം 1955 നിലവിൽ വന്നു. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതി ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥത്തിൽ ഹെബിയസ് കോർപ്പസ്. ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കൽ നിയമം ബന്ധപ്പെട്ടിരിക്കുന്നു. 22. അപ്പോ ഈ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32, ഹൈക്കോടതി ആർട്ടിക്കിൾ 226. റിട്ടുകൾ 5 എണ്ണമുണ്ട്. എല്ലാം തന്നെ ലാറ്റിൻ ഭാഷയാണ്. ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? 6 എണ്ണമാണ് ഇപ്പോൾ. നേരത്തെ 7 സ്വത്തവകാശം നീക്കം ചെയ്തു. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി? 42 1976 ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് 10 എണ്ണം കൂട്ടിച്ചേർത്തു. നിലവിൽ 11 എണ്ണമുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. 47 ജൂലൈ 22. പിങ്കാളി വെങ്കയ്യാണ് ഡിസൈൻ ചെയ്തത്. പിങ്കാളി വെങ്കയ്യ ആന്ധ്രാപ്രദേശുകാരനാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ്. ഏറ്റവും നീളം കൂടിയ നദി കൂടിയാണ്. 25 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത് ബ്രഹ്മപുത്രയിലാണ്. ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തു. ഇന്ത്യയുടെ ഗാനം ദേശീയ ഗാനം ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡാണ്. ശങ്കരാഭരണമാണ് ഇതിൻ്റെ. 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി അവതരിപ്പിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. അലക്സാണ്ടർ തോമസ്. 90 വിവരാവകാശം പ്രസ്ഥാനം ഏതാണ്? വിവരാവകാശത്തിനു വേണ്ടി മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. നിലവിൽ ഇന്ത്യയിലെ വിവരാവകാശ കമ്മീഷണർ ഹീരലാൽ സമാരിയ. കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ കേരളത്തില് വി ഹരി നായർ. വിവരാവകാശ കമ്മീഷനിൽ 10 അംഗങ്ങളാണ് മാക്സിമം ഉണ്ടാവാൻ പറ്റുന്നത്. ചേരുംപടി ചേർക്കുക. ബ്രഹ്മസമാജം ആരാണ്? രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ആദ്യ ബ്രഹ്മസമാജം അത് ദേവേന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ബ്രഹ്മസമാജം 2ആയി പിരിയുന്നു. 1828 ഓഗസ്റ്റിലാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1D 1 4 2 1 3 2 4. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ആദ്യ സമരം ഏതായിരുന്നു? ആദ്യ സമരം നടത്തിയത് 1917 ബീഹാറിലാണ്, ചമ്പാരൻ. 18 അഹമ്മദാബാദ് മിൽ സമരം നടത്തുന്നു തൊഴിലാളികൾക്ക് വേണ്ടി. കേദ സമരം കർഷകർക്ക് വേണ്ടി നടത്തുന്നു. ബഹുജന സമരം ആദ്യമായി നടത്തിയത് നിസ്സഹകരണ സമരമായിരുന്നു. അവസാനത്തത് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ബഹുജനങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയത്. ഇനി ഇന്ത്യൻ ദേശീയ സന്താൽ കലാപം 1855-56 സന്താൽ കലാപം. സിദ്ധുവും കാനുവുമാണ് നേതാക്കൾ. രാജ്മൽ കുന്നിന്റെ തീരത്താണ്, ബീഹാറിലാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി സി ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1857 മെയ് 10 പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭത്തെയാണ് ശിപായി ലഹള അല്ലെങ്കിൽ VD സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. ഉത്തർപ്രദേശിലാണ്, മീററ്റിലാണ്. ക്വിറ്റ് ഇന്ത്യ ദിനം, ഇന്ത്യ വിടുക.
1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ ദിനം. അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ്. അതിർത്തി ഗാന്ധി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നു ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനാണ് ഫസൽ അലി ചെയർമാൻ. 2 അംഗങ്ങൾ HN കുൻസ്ട്രോംസ്, പിന്നാരാണ് KM പണിക്കർ. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഭക്ഷ്യസങ്കേതം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു 2024 ചോദിച്ചു മംഗളവനം. സിംഹവാലൻ കുരങ്ങുകൾ ആവാസ വ്യവസ്ഥയായി നിലനിൽക്കുന്നു സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. F ആകൃതിയിലുള്ള കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്ന 2002 റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട ശാസ്ത കോട്ടക്കായൽ, കൊല്ലം ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. 780 മെഗാവാട്ടാണ് ഇതിന്റെ സ്ഥാപക ശേഷി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല. മത്സ്യബന്ധനം കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂറാണ് ചന്ദന നിർമ്മാണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ല. ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിൽ നീളം കൂടിയ നദിയാണ് പെരിയാർ, 244 കിലോമീറ്റർ. ഇടുക്കി കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ, ഏറ്റവും കൂടുതൽ പോഷക നദികൾ, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, ഇതൊക്കെ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാ? ജനസംഖ്യ കൂടുതൽ മലപ്പുറം ജില്ലയ്ക്കാണ്. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപകൻ ആരാണ്? മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വേലുത്തമ്പി കലാപം. വേലുത്തമ്പി കലാപം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം ആദിഭാഷ. അപ്പൊ കേരളത്തില് പൂക്കോട്ടൂർ സംഭവം, മലബാർ കലാപം 1920, തിരൂരങ്ങാടി ഇതിന്റെ കേന്ദ്രം. അടുത്തത് താഴെ പറയുന്ന ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? ദൈവദശകം, ശിവശതകം, ദർശനമാല, നിജാനന്ദ വിലാസം. നിജാനന്ദ വിലാസം ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. എന്നാൽ ദൈവദശകം, ശിവശതകം, ദർശനമാല, ഇനി ഗജേന്ദ്ര മോക്ഷം, നവമഞ്ചരി ഇതൊക്കെ എഴുതിയത് ആരാണ്? ഗുരുവാണ്, ശ്രീനാരായണ ഗുരു. നിജാനന്ദ വിലാസമാണ് ചട്ടമ്പി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം 1930-ലാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരാണ്, കണ്ണൂർ ജില്ല പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്, 1936. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലനി ആയിരുന്നു ഇതിന്റെ മാസിക. അയ്യങ്കാളി. കേരള ലിങ്കൺ എന്ന് അറിയപ്പെടുന്നു പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൺ. ജാതിക്കുമ്മി രചിച്ചു, കായൽ സമ്മേളനം നടത്തി. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രധാന സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. ബന്ധപ്പെട്ട് നടന്നതാണ് സവർണജാഥ, മന്നത്ത് പത്മനാഭൻ. താഴെ തന്നിരിക്കുന്ന ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയ ശരി ഏതാണ്? 1, 3 മാത്രമാണ്. ശ്വാസകോശം വായു പുറന്തള്ളുന്നു, ഔരസാശയം വായുമർദ്ദം കൂടുന്നു.
ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? റിക്കറ്റ്സ് വൈറ്റമിൻ ഡി. വൈറസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. വൈറസ് രോഗം, വൈറസ് മൂലമാണ് നിപ്പ, എയ്ഡ്സ്. സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നു, ജനസൗഹൃദമാക്കുന്നു. ആർദ്രം പദ്ധതി. ചുവടെ ചേർക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹവാതകമാണ്. ഇനി നൈട്രജൻ ഉണ്ട്, മീഥേൻ ഉണ്ട്, CFC ഉണ്ട്. അപ്പൊ പിന്നെ ഏതായിരിക്കും? നൈട്രജൻ ആണ് ഇവിടെ ആൻസർ ആയി വരിക. വനനശീകരണം കാരണമാകാത്തത്. റോഡ് നിർമ്മിച്ചു, വ്യവസായം. സസ്യം പരിപാലിക്കുന്നത് വനനശീകരണമല്ല. വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം. പ്ലൈവുഡ്, മെഴുക്. പെട്രോൾ കിട്ടുമോ? പെട്രോള് കിട്ടത്തില്ല. കേരളത്തില് മണ്ണുത്തി വികസിപ്പിച്ച മികച്ച പാവൽ. പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. താഴെ പറയുന്ന പ്രസ്താവന തെറ്റ്. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ ശരി. ന്യൂക്ലിയോണുകളുടെ എണ്ണം മാസ് നമ്പർ. പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസ് കണ്ടെത്തി റൂഥർഫോർഡ്. പ്രോട്ടോൺ കണ്ടെത്തി റൂഥർഫോർഡ്. ഒരു അറ്റോമിക് നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ. ഇതിനെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ബാറ് ഒരേ മാസ് നമ്പറാ. 4 തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. സിങ്ക് ബ്ലെൻഡ് സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. പ്ലവന പ്രക്രിയ. കാൽസ്യം ബാഹ്യതമ ഷെല്ല് 4. ഡ്യൂട്ടീരിയം ന്യൂട്രോണുകളുടെ എണ്ണം 1. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം 0, 1, 2. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കണം. ഇതിന് സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു പ്രവേഗം ഇരട്ടിയായി എങ്കിൽ ഗതികോർജം എത്രയാകും? 4 ഇരട്ടിയാകും. ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്താണ്? ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം. ഇതിനകത്ത് യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണം ഇവിടെ പറഞ്ഞിട്ടില്ല. സോളാർ വാട്ടർ ഹീറ്റർ ആണെങ്കിൽ സോളാർ യാന്ത്രികോർജമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇലക്ട്രിക് ജനറേറ്റർ ആണെങ്കിൽ ജനറേറ്റർ യാന്ത്രികോർജം എന്താക്കുന്നു? വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഇനി ഇവിടെ സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം കറക്റ്റ് ആയിട്ട് ഇല്ല. വാട്ടർ ഹീറ്റർ ആണെങ്കിൽ സോളാർ എനർജി എടുക്കുന്നു, ഹീറ്റ് ചെയ്യാണ്, താപോർജമാക്കി മാറ്റുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന തരംഗദൈർഘ്യം കൂടിയ നിറം. റെഡിന് കൂടുതലാണ്, ഓറഞ്ചിന് കൂടുതലാണ്. വിബ്ജിയോർ നോക്കാമെങ്കിൽ ഏറ്റവും കൂടുതൽ റെഡ്, പിന്നെ ഓറഞ്ച്, യെല്ലോ, ഇങ്ങനെ താഴോട്ട് പോകും. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് കെൽവിനാണ്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് കെൽവിൻ. ഇതോടുകൂടി GK ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി മാത്സ്. കൂട്ടത്തിൽ പെടാത്തത് 6ന്റെ സ്ക്വയർ ആണ്, 10ന്റെ സ്ക്വയർ ആണ്, 3ന്റെ സ്ക്വയർ ആണ്. ഇത് മാത്രം 5ന്റെ ക്യൂബാണ്. കൂട്ടുക, കുറയ്ക്കുക. ആൻസർ ഇത് കിട്ടും. ദൂരം കിലോമീറ്റർ, കോണം എന്ന് വെച്ചാൽ ഡിഗ്രി അല്ലേ അളവ്. അടുത്ത സംഖ്യ കണ്ടുപിടിക്കുക. 7, 4, 11. 11ഉം 8. അടുത്തത് 12. അടുത്തത് 16. എങ്കിൽ ഇനി 20 കൂട്ടണം. 67. ഒരു മാസം 3-ാം തീയതി വെള്ളിയാഴ്ച. ആ മാസത്തിൽ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം. 3 വെള്ളിയാണെങ്കിൽ 7 ദിവസം കഴിയുമ്പം 10 വെള്ളി, പിന്നെ 7 ദിവസം കഴിയുമ്പം 17 വെള്ളി. അങ്ങനെ നമ്മൾ നോക്കുക. 24 വെള്ളി. 21-ാം തീയതി കഴിഞ്ഞ് 4-ാം ദിവസം 22, 23, 24, 25 എന്ത് എന്നാണ് ചോദ്യം. 24 വെള്ളിയാണ്, 25 ശനിയാണ്. സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് 9, താഴെ നിന്ന് 38. 9, 8, 17, 47. 1 കുറയ്ക്കണം, ആകെ 46. ലസാഗു 7700. ഉസാഗ 11. ഒരു സംഖ്യ 275, അടുത്ത സംഖ്യ എക്സ്. എക്സ് എന്ന് വെച്ചാൽ 7700 × 11/275. സോൾവ് ചെയ്യുമ്പോൾ 308 എന്ന് കിട്ടും. അടുത്തത് ക്രോസ്. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 44 + 10 54. -8. 54ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 46. 1/3 1/3 2/3 ആണ്. അതിൽ നിന്ന് ഒരു 1/3 കുറച്ചാൽ വീണ്ടും 1/3 ആണ്. 46 1/3.
അമ്മു കണക്ക് സയൻസ് കുറെ മാർക്കുകൾ ഇതിന്റെ ശരാശരി തുക ബൈ എണ്ണം എണ്ണം 5 ഇതിനെല്ലാം കൂടെ കൂട്ടുക എണ്ണമായ 5 കൊണ്ട് ഹരിക്കുക. വർഗമൂലം ഇതിന്റെ വർഗമൂലം 125. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ പോസ്റ്റ് കിടക്കുന്നു. സമയം 24. 750 മീറ്റർ. അപ്പൊ 240 പ്ലസ് 750 ബൈ ടൈം മീറ്റർ പെർ സെക്കൻഡ്. 240 മീറ്ററും ഇത് രണ്ടും കൂടെ കൂട്ടണം. നമുക്ക് ആദ്യം വേണമെങ്കിൽ 240 മീറ്റർ നീളമുള്ള ട്രെയിൻ എത്ര സമയമെടുത്തു? 240 ബൈ 24, അതായത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ വേഗത എന്ന് കിട്ടും. ഇനി 750 മീറ്റർ നീളമുള്ള 240 ബൈ 10. അപ്പൊ 0, 5, 4, 9, 7, 2, 9, 990 ബൈ 10. ആൻസർ 99 സെക്കൻഡ് എടുത്തു. ഇനി ഫോട്ടോയിലെ പുരുഷനെ ചൂണ്ടിക്കാട്ടി അയാളുടെ സഹോദരന്റെ അച്ഛൻ എന്റെ മുത്തശ്ശന്റെ ഒരേ ഒരു മകനാണ്. അപ്പോ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം, രണ്ടുപേരും ഒരു വീട്ടിലെയാണ്, സഹോദരനാണ്. സാഡ് 814. A 1 ആണ്, D 4 ആണ്, C 3 ആണ്, ഇത് 1 ആണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ ABCDEFGHIJKLMNO PQRST 5, 10, 15. 15 4 19. 19 9 1 കുറച്ചാണ് ഇവിടെ 8 എഴുതിയേക്കുന്നത്. 20 ഇത് 20 ആണ് അല്ലെ. അപ്പോ 5, 10, 15 ഇവിടെ 20 ഇത് തന്നെയാണ് 7 എഴുതിയേക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. ഇനി നമുക്ക് ഇയർ നോക്കാം. 6 എങ്ങനെ എഴുതിയേക്കുന്നു? ഇത് 18 അല്ലേ. 8 പ്ലസ് 1 19. 8 പ്ലസ് 1 ആണ് 9 എന്ന് എഴുതിയേക്കുന്നത്. ഒരിടത്ത് കുറച്ചു ഒരിടത്ത് കൂട്ടി ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഡിയർ എന്താണ്? ഇവിടെ 6നെ നമുക്ക് 9 എന്ന് എഴുതാം. ഈ 6 ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ഇവിടെ ഉള്ളത് വെച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇയും എയും തന്നിട്ടുണ്ടല്ലോ, 5ഉം 1ഉം. ഇനി ഡി ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളിപ്പോ ഇത് നോക്കേണ്ട പോലും കാര്യമില്ല. D 4. അപ്പൊ 45 19. 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്ര? ആൻസർ വരുന്നത് 50 രൂപ. 3ന്റെ ക്യൂബ് ഇൻറ്റു 2. 27 ഗുണം 2 54. 54ന് 4 കുറിച്ച് 50, 10, 14, 64 ആണ് ഉത്തരം. റാണിയുടെ വയസ്സ് അതിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. സുമയുടെ വയസ്സ് തന്നേക്കുന്നു 64. എങ്കിൽ രവിയുടെ വയസ്സ് 72. എങ്കിൽ റാണിയുടെ വയസ്സാണ് ചോദ്യം. റാണി 72ൽ നിന്ന് 10 കുറയ്ക്കണം, 62. ഒറ്റയാൻ 100 ഉണ്ട്, 10ന്റെ സ്ക്വയർ 100 ആണ്. 36ഉം 64ഉം 100 ആണ്. ഇത് 16 പ്ലസ് 9 25 ആയുള്ളൂ. ഒറ്റയാൻ സാധാ രീതിയിൽ ക്രിയ ചെയ്യുക. 122. 19 എക്സ് ക്യൂബ് ആണ് 216. എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 216 ബൈ 19. ഇതിന്റെ ഉത്തരമില്ല കേട്ടോ, ഇത് ചെയ്യാൻ പറ്റത്തില്ല. ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 216 6 എന്ന് എഴുതാം, പക്ഷെ 19ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. 27 3 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 10 ആയിരിക്കും ക്യൂബ് റൂട്ട്. അങ്ങനെ 100 ചോദ്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തത്. ടെലിഗ്രാം ചാനൽ ലേൺ വിത്ത് റീജ, ഇത് കമന്റിൽ ഇടാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്. പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള നിരവധി ക്വസ്റ്റ്യൻസ്, പ്രിലിംസ് എക്സാം എന്നും പറഞ്ഞിട്ട് തന്നെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്നും പറഞ്ഞിട്ട് പ്രിലിംസ് കറണ്ട് അഫയേഴ്സ് എന്ന് തന്നെ പറഞ്ഞിട്ട് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടേക്കുവാണ്, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.